ഇവരറിയാത്തൊരു കുറവായിരിക്കും. ഇവർ കോമൺ ആയിട്ടുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതെന്താണെന്നറിയാം? ഫ്ലാറ്റ് ഫുട്ട്. ലോകത്തുള്ള 20% മുതൽ 37% വരെയുള്ള ആളുകൾക്ക് ഫ്ലാറ്റ് ഫുട്ട് ഉണ്ടെന്നാണ് പഠനം. ചെറിയ കുട്ടികളിൽ ഇത് സാധാരണയാണ്. കാരണം ഫുട്ട് ആർച്ച് ഡെവലപ്പ് ആവാത്ത ഫാറ്റ് പാഡ് ഉള്ളതുകൊണ്ടാണ്. നോർമലി ഒരു 6 മുതൽ 8 വയസ്സാകുമ്പോഴേക്ക് ഈ ആർച്ച് ഡെവലപ്പ് ആവാറാണ് പതിവ്. ഇത് ജനറ്റിക്കലായിട്ട് വരാം. പൊണ്ണത്തടി, ഫ്ലാറ്റ് ഷൂസ് യൂസ് ചെയ്യുന്നത്, ഹൈ ഹീൽസ് യൂസ് ചെയ്യുന്നത്, ഡൗൺ സിൻഡ്രോം, സെറിബ്രൽ പാൾസി, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾ ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. ഇതിൻ്റെ സിംറ്റംസ് ആണ് കാലുകളിൽ ഉണ്ടാകുന്ന പെയിന്, ബാക്ക് പെയിന്, പേശിവേദന, വേഗത്തിൽ ടയേർഡ് ആവുക. പിന്നെ കോമൺ ആയിട്ട് കാണുന്നതാണ് ടോ ഡ്രിഫ്റ്റ്. മുകളിൽ പറഞ്ഞ സിംറ്റംസ് ഉണ്ടാവുകയാണെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണിക്കേണ്ടത് അനിവാര്യമാണ്. ഇത് സിവിയർ ആകുമ്പോഴാണ് സർജറി ആവശ്യമുള്ളത്. ഇതിൽ തന്നെ അധികം ആളുകൾക്കും ട്രീറ്റ്മെന്റ് അഗ്രസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല. ഇൻസോൾ ഉപയോഗിക്കുന്നത് ഷൂ മോഡിഫിക്കേഷൻ പോലെയുള്ളത് ഓർത്തോ ഡോക്ടർ, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് പോലെയുള്ള എക്സ്പേർട്ടിനോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക. ഇനി പറയുന്ന എക്സസൈസുകൾ കൊണ്ട് ഒരു പരിധിവരെ ഇതിനെ കൺട്രോൾ ചെയ്യാനായി സാധിക്കും. എക്സസൈസ് ചെയ്യുന്നതിലൂടെ കാലുകളുടെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കും. പല പ്രമുഖ സ്പോർട്സ് സെലിബ്രിറ്റികൾക്കും ഈ ഒരു കണ്ടീഷൻ ഉണ്ടായിട്ടും കൃത്യമായ ട്രീറ്റ്മെന്റും ട്രെയിനിങ്ങും കൊണ്ട് അവർ ഒരുപാട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.